നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ ഈ വാരവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും വ്യാഴാഴ്ച ഉണ്ടായ കനത്ത ഇടിവ് നിക്ഷേപകരെ വലിയ തോതിൽ ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. നിരവധി പേർക്ക് തങ്ങളുടെ നിക്ഷേപത്തിന്റെ വലിയൊരു ശതമാനം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ആഗോള ഘടകങ്ങളാണ് വിപണി ഇത്തരത്തിൽ സമ്മർദ്ദത്തിൽ ആക്കുന്നത്. കഴിഞ്ഞ വാരത്തിൽ തന്നെ മാർക്കറ്റ് വാച്ചിലൂടെ പ്രധാനമായും പറഞ്ഞിരുന്നു ഇത്തരമൊരു സെൽ ഓഫിന്റെ സാധ്യതയുണ്ട്. നിഫ്റ്റി 6800 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയെക്കുറിച്ചും നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തതാണ്. 7000 താഴെ നിഫ്റ്റി ഇപ്പോഴും തുടരുന്നു. നേരത്തെ സൂചിപ്പിച്ച ആഗോള ഘടകങ്ങൾ വളരെ സജീവമായി തന്നെ തുടരുന്നു. ഒപ്പം തന്നെ മോശം മൂന്നാം പാദ ഫലങ്ങൾ, ഒപ്പം പൊതുമേഖലാ ബാങ്കുകളുടെ മോശം പ്രകടനങ്ങൾ എല്ലാം തന്നെ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇനി വരാനിരിക്കുന്നത് കേന്ദ്ര ബജറ്റാണ്. ഈ മാസം 29-ന് വരുന്ന ബജറ്റിൽ വിപണി വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാർക്കറ്റ് വാച്ചിന്റെ ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. പതിവ് പോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേരുന്നു. ഇലക്കം ലഭിച്ച കത്തുകൾ പരിശോധിക്കുകയും അതിനുശേഷം ചില റെക്കമെൻഡേഷൻസും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഭുവനേന്ദ്രൻ, നമ്മൾ തന്നെ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതായിരുന്നു ഇങ്ങനെ ഒരു നിഫ്റ്റി വീണ്ടും 7000 താഴേക്ക് പോകാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച്. ഈ ഘടകങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും പേടിക്കുന്നത് ഇനിയും താഴോട്ട് പോകുമോ എന്നാണ്. ഇതിൽ 7000 ബിലോ പോകുമെന്ന് ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നെങ്കിലും അത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇതിന് കുറേ ഗ്ലോബൽ ഫാക്ടേഴ്സ് റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഒരു ഫോളിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. ഈ വോളറ്റിലിറ്റി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് കുറേയധികം ഗ്ലോബൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന്, ജപ്പാൻ്റെ 10 ഇയർ ബോണ്ട് ഈൽഡ് 0-ലേക്ക് വന്നു. അത് മേജർ കൺസേൺ ആണ്. ജപ്പാൻ്റെ നിക്കൈ 10% ലാസ്റ്റ് വീക്ക് കറക്റ്റ് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ കറക്ഷൻ വന്നു. ഹാങ്സങ് 2 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഹാങ്സങ് മൺഡേ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഈ ലാസ്റ്റ് വീക്കിൻ്റെ റിഫ്ലക്ഷൻ ഹാങ്സെങ്കിൽ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു റിക്കവറിക്കുള്ളൊരു സാധ്യത ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം ബഡ്ജറ്റ്, നേരത്തെ അഭിലാഷ് പറഞ്ഞ ബഡ്ജറ്റ്, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ, അതുപോലെ തന്നെ ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് സ്റ്റോക്ക് പോയി, അല്ലെങ്കിൽ ഓവർ സോൾഡ് സോണിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പോയതുകൊണ്ട് ഒരു ബൗൺസ് ബാക്ക്, ഒന്ന് ബജറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ, അത് ഓവർ സോൾഡിൽ നിന്ന് ഒരു പുൾ ബാക്കിനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. പക്ഷേ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കുള്ള സാധ്യത മാർക്കറ്റിൽ വളരെ കുറവാണ്. ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ജപ്പാനെ കുറിച്ചുള്ള കൺസേൺ, ദെൻ ചൈനയുടെ സ്ലോ ഡൗൺ, അതൊരു പ്രധാന ഫാക്ടർ തന്നെയാണ്. ദെൻ കോഗ്നിസൻ്റെ റിസൾട്ട്, അത് ഒരു IT സെക്ടറിലൊക്കെ തന്നെ നമുക്കറിയാം, TCS, ഇൻഫോസിസ് പോലെയൊക്കെ ഗ്ലോബൽ IT കമ്പനികളിലൊക്കെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു കൺസേൺ, ഫ്യൂച്ചറിലുള്ള കൺസേൺ, അതൊരു വലിയ കൺസേൺ തന്നെയായിരുന്നു. അതിൽ ജാനറ്റ് എലൻ്റെ കമൻറ്റ്, ഇതൊക്കെ തന്നെ ഗ്ലോബലി വന്നിരിക്കുന്ന കറക്ഷനാണ്. അത് ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം കറക്ഷൻ സംഭവിച്ചു. അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ലാസ്റ്റ് വീക്ക് 6% കറക്റ്റ്. 2008-ന് ശേഷം വന്ന വീക്കിലി ഏറ്റവും വലിയ ഒരു കറക്ഷൻ തന്നെ. 9-ന് ശേഷം, ജൂണിന് ശേഷം വന്ന ഏറ്റവും വലിയ കറക്ഷനാണ് ലാസ്റ്റ് വീക്ക് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് തന്നെയാണ്. ബാങ്കിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ രഘുറാം രാജൻ്റെ കമൻറ്റ്, ബാങ്കിങ് സെക്ടറിലെല്ലാം തന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ NPA കുറയ്ക്കാനുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ചില മെത്തേഡ് എടുക്കുന്നു. ഈ ബാങ്കിൻ്റെ റീക്യാപിറ്റലൈസേഷൻ, അത് എടുക്കുന്ന സ്റ്റെപ്പ്, അത് ഗവൺമെൻറ് കൂടുതൽ ഫണ്ട് ബജറ്റിന് മുമ്പോ കൂടുതൽ ഫണ്ട് അലോ ചെയ്യുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ ഇവിടുന്ന് ഒരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു ഓവർ സോൾഡ് സോണിൽ തന്നെയാണ് ബാങ്കിങ് സ്റ്റോക്കുകൾ. ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ RBI ഗവർണർ പറയുന്നുണ്ട്. പക്ഷേ അത് ബജറ്റിന് ശേഷമായിരിക്കും. അല്ല, ചിലപ്പോൾ ബജറ്റിലുണ്ടാകാം, ചിലപ്പോൾ ബജറ്റിന് മുമ്പുണ്ടാകാം. ഈ ഫണ്ടിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കാം ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു പുൾ ബാക്ക് നമുക്ക് സംഭവിക്കും. പക്ഷേ ക്ലീൻ ബാലൻസ് ഷീറ്റിലെ ബാങ്കുകൾക്ക് മാത്രമേ ഫണ്ട് കൊടുക്കുകയുള്ളൂ എന്ന് രഘുറാം രാജൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല ബാങ്കിന് മാത്രമേ അതിനുള്ളൊരു അർഹതയുണ്ടാവുള്ളൂ. ആ സ്റ്റോക്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന തിരിച്ചുവരവിനുള്ള സാധ്യതയും കാണുന്നുള്ളൂ. അതുപോലെ തേർഡ് ക്വാർട്ടർ റിസൾട്ട് 24%, ഇതുവരെ അനൗൺസ് ചെയ്ത റിസൾട്ടുകളിൽ 24% മാത്രമേ ജസ്റ്റ് എക്സ്പെക്റ്റേഷൻ നിലനിർത്താൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ബിലോ എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ അത് വലിയൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഗ്ലോബൽ ഫാക്ടേഴ്സ്, അതുപോലെ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ, അതുപോലെ ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്രയും വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഫോളിന് സാധ്യത വന്നത്. പക്ഷേ ഇത് വീണ്ടും ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബജറ്റിന് മുമ്പ് അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓവർ സോൾഡ് സോണിൽ നിന്നും ഒരു ചെറിയ പുൾ ബാക്ക് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ ബജറ്റിൽ വളരെ എന്തെങ്കിലും മാർക്കറ്റിന് അനുകൂലമായ STT കട്ട്, അങ്ങനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എടുത്ത് കളയുക, അങ്ങനെ എന്തെങ്കിലും മെഷേഴ്സ് ഗവൺമെൻറ് എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലിക്ക് സാധ്യതയുള്ളൂ. ഇത്
FISന്റെ വിഡ്രോവലാണ്. ഈ ഗ്ലോബൽ ക്രൈസിസ് കൊണ്ട് FIS വിഡ്രോ ചെയ്തു. പിന്നെ ക്രൂഡ് ഓയിൽ ഫോള് വലിയൊരു എഫക്റ്റ് തന്നെയാണ്. കമ്മോഡിറ്റി ഫോളൊക്കെ തന്നെ ചൈനയുടെ എക്കണോമി വളരെ ക്രൈസിസിൽ തന്നെയാണ്. അതുപോലെ ജപ്പാൻ ക്രൈസിസിലാണ്. അപ്പോൾ ഓവറോൾ എല്ലാ എക്കണോമിയും ക്രൈസിസാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് ഓരോ ദിവസവും താഴേക്ക് പോകുന്നു. ഇതൊക്കെ തന്നെ ഒരു ഗ്ലോബൽ സിനാരിയോയാണ്. അതിൽ നിന്ന് ഇന്ത്യക്ക് മാറി നിൽക്കാൻ സാധിക്കുക. ഇതുകൊണ്ട് തന്നെ FISന്റെ ഹ്യൂജ് വിഡ്രോവൽ സംഭവിക്കുന്നു. അതുപോലെ ലാസ്റ്റ് 2 months ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തമായിട്ട് ബൈയിങ് സൈഡിലില്ല. കാരണം അവർക്കും മ്യൂച്വൽ ഫണ്ട് അവരുടെ റിഡംഷൻ പ്രഷറുണ്ട് ഒരു ഭാഗത്ത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഫോൾ വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഒരു പരിധിവരെ ബ്ലോക്ക് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓവറോൾ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഗ്ലോബലി തന്നെ ഏറ്റവും നല്ല എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ് ഉണ്ട്, ഇക്കണോമിക് ഗ്രോത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് മാത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. 2008 സംഭവിച്ച പോലെയുള്ളൊരു ഫോൾ തന്നെ സംഭവിക്കുന്നത്. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു 2 to 3 year, നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞതുപോലെ ഒരു 3 year ടൈം ഫ്രെയിമിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പല സ്റ്റോക്കുകളും ഡീപ്പ് ഡിസ്കൗണ്ടിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ കറണ്ട് ലെവലിൽ വീണ്ടും ഫർദർ ഫോളിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അല്ല, ടെക്നിക്കലി അല്ലെങ്കിൽ ഫണ്ടമെന്റലി ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഹ്യൂജ് സെൽ ഓഫ്, നാളെ എന്ത് ന്യൂസ് പുറത്തു വരും എന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ട് വാല്യുവേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല ബാലൻസ് ഷീറ്റുള്ള വാല്യുവേഷൻ ഫെയർ ആയ സ്റ്റോക്കുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുകയായിരിക്കും നല്ലത്. ഇപ്പോൾ നിഫ്റ്റി ലെവൽ എടുക്കുകയാണെങ്കിൽ 6750 to 6700 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഫണ്ടമെൻ്റലിനും ടെക്നിക്കലിനും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ഷാർപ്പ് ഫോൾ ആ മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും SBI അടക്കമുള്ള റിസൾട്ടിന് ശേഷമൊക്കെയും വലിയ ഇതുണ്ടായി. എങ്ങനെയാണ് ഈ സെക്ടറിനെ കാണുന്നത്? അല്ല, ഈ ബാങ്കിങ് സെക്ടറിൽ ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളും 50% കറക്റ്റ്. ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 340 നിന്നാണ് ആ സ്റ്റോക്ക് 145 റിസൾട്ടിന് ശേഷം 150 ലെവലിലേക്ക് മൂവ് ചെയ്തു. ഓൾമോസ്റ്റ് 54% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതൊരു ക്ലീനിങ് പ്രോസസ്സാണ്. രഘുറാം രാജൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, ഇതൊരു ക്ലീനിങ് പ്രോസസ്സാണ്. നല്ല ബാലൻസ് ഷീറ്റ് കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയുള്ള ബേസൽ 3 നോംസിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു മൂവ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത്. പക്ഷേ അത് ഇനീഷ്യൽ സ്റ്റേജ് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോങ് ടേം വ്യൂവിൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസ് ഷീറ്റ് വളരെ നല്ല ബാലൻസ് ഷീറ്റുള്ള ബാങ്കിങ് ബാങ്കുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. മാർക്കറ്റ് വാച്ചിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീ നിഷാദിൻ്റെ മെയിലാണ് ഏറ്റവും ആദ്യം. റാൻബാക്സി ഓഹരികൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റോക്ക് ഇപ്പോൾ ലിസ്റ്റിൽ കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സൺഫാർമ ഈ കമ്പനി ഏറ്റെടുത്ത വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണ് നിഷാദിനോട് പറയാനുള്ളത്? ഇത് നിഷാദിനെ പോലെയുള്ളവർ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അവെയർ ആകുക എന്നുള്ളതാണ്. റാൻബാക്സി എന്ന് പറയുന്ന കമ്പനി സൺഫാർമ ടേക്ക് ഓവർ ചെയ്തു. 10 ഷെയറിന് 8 ഷെയർ സൺഫാർമയുടെ കിട്ടും. ആ ടേക്ക് ഓവർ ശരിക്കും നല്ലതാണ്. സൺഫാർമ ലാസ്റ്റ് റിസൾട്ട് ബെറ്റർ ആയിരുന്നു. ഒരു മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഷെയർ മാറി കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻവെസ്റ്റേഴ്സൊക്കെ കുറച്ച് അവെയർ ആയിരിക്കുക എന്നുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, ഓവറോൾ ന്യൂസ് സ്റ്റഡി ചെയ്യുക, അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതായിരിക്കും നല്ലത്. എന്തായാലും ഇദ്ദേഹം റാൻബാക്സിക്ക് പകരമായി സൺഫാർമയുടെ സ്റ്റോക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സൺഫാർമയുടെ റേറ്റ് നോക്കുക, അത് സെല്ല് ചെയ്യുക. ഇപ്പോഴത്തെ രീതിയിൽ സൺഫാർമ ഒരു സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അടുത്ത മെയിലിലേക്ക് പോകുന്നു. സി നായർ, അദ്ദേഹത്തിൻ്റെ മെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ബിർള പവറിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നില്ല, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ശ്രീ നായർ ചോദിക്കുന്നത്. ബിർള പവർ കണ്ടിന്യൂസ് ലോസ് മേക്കിംഗ് കമ്പനിയാണ്. ലാസ്റ്റ് ക്വാർട്ടർ പോലും ലോസിലായിരുന്നു. അവർ ഡീലിസ്റ്റ് ചെയ്തു പോയി. അതാണ് അദ്ദേഹത്തിന് അതിൻ്റെ റേറ്റ് സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ കാണിക്കുക. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന സെബി കംപ്ലയിൻറ്റ്, അതുകൊണ്ട് കാര്യമില്ല. ഒരു പ്രൊസീജിയർ ഇഷ്യൂ കൊണ്ടാണ് അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റിയലിസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. അതിനെക്കുറിച്ച് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ സാധാരണ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല അഭിലാഷ്. ഇതിനകത്ത് ബാലൻസ് ഷീറ്റ് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. ഇതിനകത്ത് ഈ സ്റ്റോക്ക് നമുക്കറിയാം, ഈ 4-5 വർഷമായിട്ട് ഈ സ്റ്റോക്ക് 1 രൂപ അല്ലെങ്കിൽ 2 രൂപ ലെവലിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് എന്തുകൊണ്ട് 2 റുപ്പീസിലേക്ക് സ്റ്റോക്ക് പോയി എന്നുള്ളതാണ്. കാരണം കണ്ടിന്യൂസ് ലോസ് മേക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം ഒരു ലോട്ടറി എടുത്ത പോലെ എടുത്തതായിരിക്കാം ആ സ്റ്റോക്ക്. അപ്പോൾ അത് ഇങ്ങനെയുള്ള റിസ്ക് ആ സ്റ്റോക്കുകളിൽ നിലനിൽക്കുന്നു. അങ്ങനെയുള്ള എല്ലാ സ്റ്റോക്കിലും ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ യൂണിറ്റൊക്കെ എടുക്കുക,
₹90 എന്താണ് അതിലും ഈ റിസ്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഡീലിസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്തരത്തിൽ ഇൻവെസ്റ്റർ അവയർനെസ് കുറച്ചുകൂടെ വേണം. പ്രത്യേകിച്ചും ഈ രണ്ട് കത്തുകളുടെയും ഒരു പൊതു സ്വഭാവം അതാണ്. നിക്ഷേപം നടത്തുന്ന കമ്പനികളെ കുറിച്ചുള്ള ഒരു ധാരണ, കമ്പനിക്ക് എന്ത് സംഭവിക്കുന്നു അതിനെക്കുറിച്ചുള്ള ധാരണ കൂടെ വേണം. ഇതിൽ ആദ്യത്തെ ലെറ്റർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ സ്റ്റോക്ക് മേടിച്ചതായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നല്ലാതെ അതിനകത്തൊരു അഡ്വൈസ് നമുക്ക് നൽകാൻ സാധിക്കില്ല. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ പോൾ തൈവിളപ്പിൻ്റെ മെയിലാണ്. അദ്ദേഹം 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ക്ഷമിക്കണം, 3 സ്റ്റോക്കുകളെ കുറിച്ച്. അശോക് ലെയ്ലാൻഡ്, ഫ്യൂച്ചർ റീറ്റെയിൽ ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൽ അഭിലാഷ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 സ്റ്റോക്ക് നല്ലതാണ്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ ബൈയിങ് റേറ്റ് എനിക്ക് തോന്നുന്നു വലിയ ഹയർ 290 ലെവലിലാണ്. തീർച്ചയായിട്ടും ഈ 290 ബൈ ചെയ്ത സ്റ്റോക്ക് ഇപ്പോഴത്തെ 150 ലെവലിൽ ഒന്നുകൂടി ആവറേജ് ചെയ്യുക. ദെൻ അശോക് ലെയ്ലാൻഡ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തതാണ്. എനിക്കൊന്ന് ലോങ് പോയിന്റ് ഓഫ് ലോങ് ടേം വ്യൂവിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ₹80 and 72 വരാനുള്ളൊരു പോസിബിലിറ്റി പലപ്പോഴും മാർക്കറ്റ് വാച്ചിൽ ഞാൻ പോലും ഡിസ്കസ് ചെയ്യുമ്പോൾ ചില പ്രൈസ് ഇപ്പോൾ 240 അല്ലെങ്കിൽ 220 ലെവലിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് 180 ചാർട്ടിൽ കാണുന്നു. പക്ഷേ എനിക്ക് പോലും ഞാൻ ചില സമയത്ത് അത് പറയാൻ തന്നെ എനിക്ക് ഒരു മടിയാണ്. കാരണം ഇത് 180 വരുമോ എന്ന് എനിക്ക് പോലും തോന്നിയിരുന്നു. പക്ഷേ ഈ 180 ബ്രേക്ക് ചെയ്തു, 160 ബ്രേക്ക് ചെയ്തു, 140 ലെവലിനടുത്തേക്കാണ് സ്റ്റോക്ക് മൂവ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് നാളെ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അപ്പർ ടാർഗറ്റ് നമ്മൾ എടുക്കുമ്പോൾ ഈ 340 വരെ വന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ സ്റ്റോക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു ലെവലിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേഷ്യൻസും അതുപോലെ ബാലൻസ് ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഇക്കണോമി ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലമായതുകൊണ്ട് ഇന്ത്യൻ ഇക്കണോമി ബെറ്റർ ആണെങ്കിലും FI ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് ഗ്ലോബൽ ക്രൈസിസ് വരികയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ സ്റ്റോക്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ബാങ്കിങ് സെക്ടറിൽ വന്നിരിക്കുന്ന ചില നെഗറ്റീവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ തന്നെ ഇത്രത്തോളം ഫോൾ വരാനുള്ള റീസൺ. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഡീപ്പ് ഡിസ്കൗണ്ടിലാണ്. 2 to 3 ഇയർ ടൈം ഫ്രെയിമോടുകൂടി ഇദ്ദേഹം വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 144 and 125 ഇപ്പം ഞാൻ ചാർട്ട് നോക്കുമ്പോൾ എനിക്ക് 125 കാണുന്നു. പക്ഷേ ഒരിക്കലും എനിക്കിപ്പോൾ വിശ്വസിക്കാൻ സാധിക്കില്ല സ്റ്റോക്ക് 125 വരുമെന്ന്. പക്ഷെ വരുമോ ഇല്ലയോ എന്ന് പറയാനും സാധിക്കില്ല. പക്ഷേ 145 എനിക്കൊന്ന് ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ അശോക് ലെയ്ലാൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് 80 and 72 രണ്ട് സപ്പോർട്ട് ലെവലാണ്. അശോക് ലെയ്ലാൻഡൊക്കെ ഒരു 36 ലെവലിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് 105 വരെ മൂവ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന കറക്ഷനാണ് ഇപ്പോഴും. ഇപ്പോഴത്തെ ഒരു ഫെയർ വാല്യൂവിലാണ് ഇപ്പോഴും ആ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു മാർക്കറ്റിൽ ഒരു റിക്കവറിക്കുള്ളൊരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഒരു റിക്കവറി പുൾ ബാക്ക്, ആ പുൾ ബാക്കിൽ പ്രോഫിറ്റ് ഉള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. ദെൻ വീണ്ടും റീ എൻട്രി ചെയ്യുക. അങ്ങനെ ബജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, ഈ ഓവർസോൾഡ് സോണിൽ നിന്ന് ഒരു ബൈ ബാക്ക്, ഒരു പുൾ ബാക്ക്, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അതിൽ ആ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. അശോക് ലെയ്ലാൻഡ് 99 ആണ് അഗെയിൻ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഒരു 99 അല്ലെങ്കിൽ 95, 99 ലെവലിൽ വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ FRലാണ്. അത് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടും ഇപ്പോഴത്തെ ഒരു റീസ്ട്രക്ചറിങ് നടക്കുന്നു. എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ സ്റ്റോക്ക് അപ്പർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 121 and 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 100 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ് സംഭവിച്ചത്. 170 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിനകത്ത് FRലും അശോക് ലെയ്ലാൻഡും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും വീണ്ടും ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ചും മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിക്ഷേപത്തിന് അനുയോജ്യമായ ചില സ്റ്റോക്കുകൾ ഈ എപ്പിസോഡിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് കടക്കുകയാണ്. ഭുവനേന്ദ്രൻ, നിക്ഷേപകർക്ക് വലിയ താല്പര്യമുണ്ട്, പ്രത്യേകിച്ചും ഈ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും താങ്കൾ തന്നെ സൂചിപ്പിച്ച ബാങ്ക് അടക്കമുള്ള നിരവധി സ്റ്റോക്കുകൾ. ഇതിലെല്ലാ സെക്ടറും പരിഗണിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 54% ആണ് ലാസ്റ്റ് ഈ ഇയർലി ഹൈയിൽ നിന്നും കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. രണ്ട് സ്റ്റേജാണ് ഇപ്പോഴത്തെ ചാർട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ. 144 and 125 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോൾ 154ലാണ് സ്റ്റോക്ക് ക്ലോസിംഗ്. ഒരു ലോങ് ടൈം വ്യൂവിലാണെങ്കിൽ ഈ ക്ലോസിംഗ് പ്രൈസ് പോലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ടെക്നിക്കലി 144 and 125 രണ്ട് ചാർട്ട് റേറ്റ് കാണുന്നു. പക്ഷേ 125 വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഗ്ലോബൽ ക്രൈസിസ് വരികയാണെങ്കിൽ ആ ലെവൽ പോകാം. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഇൻവെസ്റ്റേഴ്സ് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ രണ്ട് സ്റ്റേജായിട്ട് ഓപ്പർച്യൂണിറ്റി മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്.
ഇയർലി ഹൈ 336 വരെ വന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഇത്രത്തോളം ഡീപ്പ് ഡിസ്കൗണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് 40% കറക്റ്റ് ചെയ്തു. 654 നിന്നാണ് ആ സ്റ്റോക്ക്. ഇപ്പോഴത്തെ ക്ലോസിംഗ് പ്രൈസ് നമുക്കറിയാം 391 സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 360 ആൻഡ് 320 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ സ്റ്റോക്കിലും ഇത് തന്നെയാണ് അഡ്വൈസ്. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ 360 വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 360 ആൻഡ് 322 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 40% കറക്റ്റ് ചെയ്തതാണ്. ദെൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ്. ഈ കറക്ഷനിൽ അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത വളരെ നല്ല ബാലൻസ് ഷീറ്റുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ രീതിയിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ വളരെ ശക്തമായി റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. മാർക്കറ്റ് വാച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. 600 ആൻഡ് 540 ഈ സ്റ്റോക്കും ഈ 540 പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ 600 വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുകയാണ്. 600 വരെ പോകാം. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഈ 622 എന്ന് പറയുന്ന ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ദെൻ HDFC ബാങ്ക് ആണ്. HDFC ബാങ്കും സെയിം സ്റ്റോറിയാണ്. കോട്ടക് പോലെ തന്നെ 13% മാത്രമേ ഇയർലി ഹൈയിൽ നിന്ന്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അതുപോലെ തന്നെ ഇപ്പോൾ കാനറ ബാങ്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50-60% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് 40% കറക്റ്റ് ചെയ്തു. അതേസമയത്ത് HDFC ബാങ്ക് 13% മാത്രമേ കറക്റ്റ് ചെയ്തുള്ളൂ. ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 971 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 950 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. ദെൻ 820 ഈ 820 എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രം വരാം. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. റിസൾട്ടിന് ശേഷം ലാസ്റ്റ് ഫ്രൈഡേ 8% അടുത്ത് റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചു. 270 ഈ സ്റ്റോക്കും അതുപോലെ തന്നെ 51% കറക്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. 270 ആൻഡ് 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഓട്ടോമൊബൈൽ സെക്ടറാണ്. ലാസ്റ്റ് വന്ന റിസൾട്ട് അത്രത്തോളം ബെറ്റർ ആയിരുന്നില്ല, ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. എന്നാൽ ഫ്രൈഡേ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി നമ്മൾ കണ്ടു. ഒരു ലോങ് ടൈം വ്യൂ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തന്നെ 2 to 3 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇതിനകത്തൊരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവരല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവരെ വരാത്തവരും ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്ത നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ 40 to 50% ഡിസ്കൗണ്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ നടക്കുകയാണ്. അതാണ് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്. രണ്ട് രീതിയിൽ പുതുതായി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഇതിനു മുമ്പ് ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരും തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് എല്ലാം തന്നെ ആവറേജ് ചെയ്യണം. ഈ ആവറേജ് ചെയ്യുന്ന ഫണ്ട് ഒരു കാരണവശാലും ലോണോ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ട് ആയിരിക്കരുത്. കാരണം ഇനിയത്തെ റിക്കവറി എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്. ചിലപ്പോൾ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടി മാത്രമേ മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് പേഷ്യൻസോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകർ വീണ്ടും ഈ സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യുക. പുതുതായി മാർക്കറ്റിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അത് മനസ്സിലാക്കുക. ഇതിൽ ടാറ്റ മോട്ടോഴ്സ് 270, 240, 298 ലെവലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 50% ഈ സ്റ്റോക്കും ഈ ലാസ്റ്റ് ഹൈയിൽ നിന്നും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ABB ആണ്. ABB 32% കറക്റ്റ് ചെയ്തു. ABB ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. 950 ആൻഡ് 800 ഈ 950 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലും 800 എന്ന് പറയുന്ന മാർക്കറ്റിൽ വീണ്ടും ഒരു ഗ്ലോബൽ ക്രൈസിസ് കൊണ്ട് ഈ സ്റ്റോക്കിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ വരാവുന്ന റേറ്റാണ്. അതുകൊണ്ട് 2 സ്റ്റേജ് ആയിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ABB ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ദെൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ലൂപ്പിൻ. 17% മാത്രമാണ് ഇയർലി ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. 1600 ആൻഡ് 1400 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫാർമയെ സംബന്ധിച്ച ഒരു റിസ്ക് എന്ന് പറയുന്നത് US FDAയുടെ ഏതെങ്കിലും വാർണിംഗ് വരികയാണെങ്കിൽ പലപ്പോഴും ആ സ്റ്റോക്കുകളിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ US അവരുടെയൊക്കെ എല്ലാ ഫാർമ കമ്പനികളുടെ സെയിൽസ് കുറയുന്നു. അതുപോലെ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നാൽ ഈ ക്വാർട്ടർ റിസൾട്ടുകൾ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് വരുന്നുണ്ട്. ലൂപ്പിൻ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 1600 ആൻഡ് 1400 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ദെൻ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത ഇൻഡിഗോ ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇയർലി ഹൈയിൽ നിന്നും എനിക്കൊന്ന് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ 44% കറക്റ്റ് ചെയ്ത് ആ ഹൈയിൽ നിന്നും വളരെ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിച്ച ഒരു ഫെയർ വാല്യൂയിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 700 ആൻഡ് 560 ഈ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചാൽ 700 ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കും. ദെൻ വീണ്ടും ഫോൾ വരികയാണെങ്കിൽ അത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ 2 സ്റ്റേജായി തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 560 ആൻഡ് 700 ഇൻഡിഗോയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ ടാറ്റ സ്റ്റീലാണ്. മെറ്റൽ സെക്ടറാണ്
ഏറ്റവും കൂടുതൽ സെൽ ഓഫിന് കാരണമായൊരു സെക്ടർ തന്നെയാണ്. അത് ആ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെയധികം കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. 210, 180 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇതൊരു ലോങ് ടൈം സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ ചൈനയുടെ സ്ലോ ഡൗൺ ഒക്കെ തന്നെ ഈ സ്റ്റോക്കിനെ വളരെയധികം മെറ്റൽ സെക്ടറിലെ എല്ലാ സ്റ്റോക്കിനെയും തന്നെ വളരെയധികം നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യിച്ചിരുന്നു. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അടുത്ത കറക്ഷനോടുകൂടി മെറ്റൽ സെക്ടറിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. കൂടുതൽ സെക്ടറുകളിലെ മികച്ച സ്റ്റോക്കുകളുടെ റെക്കമെൻഡേഷൻ അടുത്ത എപ്പിസോഡിലും ഉണ്ടാകും. ഈ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. അതുപോലെ ഹെഡ്ജ് എക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുത്തത്. മാർക്കറ്റ് വാച്ചിൻ്റെ സംപ്രേഷണ സമയം മാറിയത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:30-ക്കാണ് മാർക്കറ്റ് വാച്ച് സംപ്രേഷണം ചെയ്യുന്നത്. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 12 മണിക്കുമാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നമസ്കാരം.